എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങളെല്ലാരും കൂടി അതെ, ഇന്ന് ഞങ്ങളെല്ലാരും കൂടി രാജക്കാട് വീട്ടിലേക്കല്ല പോകുന്നേ, പകരം സൂപ്പർ വീട്ടിലേക്ക്. കുലാസിറ്റി അവർക്ക് അങ്ങനെ പറഞ്ഞാലേ അറിയത്തുള്ളൂ. അപ്പൊ ചേച്ചിയൊക്കെ കുലാസിറ്റി വീട്ടിൽ വന്നിട്ട് കുറേ വർഷമായി. ചേച്ചി ഏകദേശം ഒരു 10 വർഷമായിട്ടുണ്ടാവും. 5 വർഷം. ആ ശരിയാ, കൊച്ചിന്റെ മാമൂദിക്ക് പോയല്ലേ? ആ ശരിയാ. പൊന്നൂന് 1 വയസ്സുള്ളപ്പോഴാ? ആ അതെ, പൊന്നൂന്. ആ അപ്പോൾ അവർ ഒരുപാട് വർഷമായി പോയിട്ട്. അപ്പം അമ്മയും അനക്കുട്ടിയമ്മയും കുഞ്ഞിനും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ എനിക്ക് ചെറിയ തോതിൽ ജലദോഷമൊക്കെ ഉണ്ട്. ഈ ക്ലൈമറ്റിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു, ജലദോഷം പനിയൊക്കെ. പനിയായിട്ടില്ല, എന്നാലും ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ പോകും. പിന്നെ എനിക്കും അമ്മയ്ക്കും അവിടെ കവാത്ത് എടുക്കാണ്ട് കേട്ടോ. കവാത്ത് എടുക്കണം, നമുക്ക് കുറച്ച് വിറകിൻ്റെ പണിയൊക്കെ ഉണ്ട്. ഇന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ അമ്മ വീട്ടിൽ കൂടാമെന്ന് വിചാരിച്ചു. അമ്മ വീട്ടിലൊക്കെ പോകുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലല്ലേ. അവിടെ ചെന്നിട്ട് കാച്ചിലൊക്കെ പറിച്ച് തിന്നുന്നതും അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാം, നമ്മൾ കണ്ട് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എന്തായാലും ഇവരും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. ചേട്ടായി രാവിലെ തന്നെ പോയിട്ടുണ്ട്, അവിടെ കുറച്ച് പണിയും കൂടെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഓട്ടോ വരാൻ വേണ്ടിയിട്ട് നമ്മളെന്നും വിളിക്കുന്ന റോയി ചേട്ടനെ തന്നെ വിളിച്ചേക്കുന്നത്. അപ്പോൾ ചേട്ടൻ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. ചേട്ടൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം എടുത്തോ? ആ പിടിച്ചോ, അത് കൊള്ളാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോകാം കേട്ടോ. അപ്പോൾ റോയി ചേട്ടൻ വന്നിട്ടുണ്ടേ. അപ്പോൾ എല്ലാവരും കൂടെ കയറും കേട്ടോ. എല്ലാവരെയും കൊണ്ട് പോകാം. രാജക്കാടിന് ആദ്യം ഫോൺ മേടിച്ചു പിടിച്ചാൽ ആ ഫോണിങ് 24 മണിക്കൂർ. ഇത് പിടിച്ചേ. അയ്യോ ഞാൻ കേറി. ആ ഇരുന്ന് മതി മതി പൊക്കോ. വേഗം പോകണം. ഞങ്ങൾക്ക് 8:30 ജോലിക്ക് കയറണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം നല്ല മഴയായിരുന്നു, അതിൽ എനിക്കും ജലദോഷമൊക്കെ ആയതുകൊണ്ട് പോകണ്ടാന്നൊരു മൈൻഡിലായിരുന്നു. പിന്നെ വെയിലങ്ങ് തെളിയാൻ തുടങ്ങി. രാവിലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങ് ആ മൈൻഡ് മാറ്റി അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു. സ്കാർപ്പ് കൊണ്ടുവരാൻ മറന്നു. അയ്യോ ഭയങ്കര മോശം. മഴയാകാൻ വേണ്ടിയിട്ടായിരിക്കും. ആ മണ്ണെല്ലാം കൂടെ ഒലിച്ചു പോയി. ആ മണ്ണിട്ട് കോൺക്രീറ്റ് ഇട്ട് പോണായിരുന്നു. അല്ല അടുത്തടുത്ത് വീടായി. ഇനി ഇവിടെ വരും ഒരു വീട്. ആ ആ ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ട് പോയാൽ മതി സൈഡേ. കുഴി പണി. ഇതൊന്നും അല്ല, താഴേക്ക് പോകണം. ഇപ്പൊ റോഡ് പണി ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ റോഡിന്റെ സൈഡ് മണ്ണൊക്കെ എടുത്തിട്ട് റോഡിന് വീതി കൂട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ആണെങ്കിൽ ഇന്നലത്തെ മഴയിൽ മുഴുവനും മണ്ണ് ഒലിച്ചൊലിച്ചു പോയി. ഞാൻ ദിവസം കയറി വരുമ്പോൾ ബസ്സൊക്കെ വരുമ്പോഴാണ് പേടിക്കുന്നത്. ഇത് മാത്രം ഇതല്ല, അതിന്റെ താഴെ ഒരു കുഴിയുണ്ട്. അതായത് അവര് നികത്താത്താന്ന് തോന്നുന്നു. കൊച്ചിന് ഇത് മേടിക്കാൻ ഓർക്കണേ, മാഗി. അവളൊന്നും കഴിച്ചില്ലല്ലോ. എന്നാലും അതാണോ? അത് നികത്തിയില്ലായിരുന്നേ അവര്. ആ നികത്തി. ആ ഇത് ശരിയാ ശരിയാ. അയ്യോ ബസ്സൊക്കെ വരുമ്പോഴാ പേടി. എന്റെ ദൈവമേ. ആ
സത്യം. അല്ല റോഡ് പരിചയമില്ലാത്തവര് വന്നാലും പ്രശ്നമല്ലേ? എന്താ പൊന്നെ. ആ ചെളി ഇവിടെയാണ്. ചെളി റോട്ടിലടിഞ്ഞു. പുഴയൊക്കെ ഇന്നത്തെ മഴയിലങ്ങ് നിറഞ്ഞു കുത്തി ഒഴുകുക. കടയിൽ കയറിയിട്ട് മാഗി അരോറൂട്ടൊക്കെ മേടിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക്. യൂണീക്ക് വേൾഡ് ക്ലിയർ. ബാ ഇതാരാ ഇത്? ഇതാരാണ് കുഞ്ഞു കിട്ടാ? കുഞ്ഞറിയില്ല. കൊറച്ച് വെയില് കൊള്ളിക്ക് ചേച്ചി. പിള്ളേരെ വെയില് കൊള്ളിക്കണം. ഇച്ചിരി നീളം വെയിലല്ലേ? ബാബു ഉച്ച കഴിഞ്ഞാൽ വരുള്ളൂ. അങ്ങോട്ട് പോയി പണിയുന്നോടത്തേക്ക് പോയി. പണിയുണ്ടെന്നോ? ഇതാരാ എന്റെ അപ്പോ ഇതിനെ കണ്ട് എന്തോ ഇതാരാ പൊന്നു? ചാച്ചി അമ്മ. എന്നാ ഉണ്ടാക്കി രാവിലെ? ഒന്നും ഉണ്ടാക്കി. അയ്യോ അമ്മേ അപ്പം എടുത്തോണ്ട് വന്നില്ലല്ലോ. രാവിലെ നല്ല മഴയല്ലായിരുന്നു. ഇവിടെ മഴ പെയ്തോ? ആവാത്തൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കയറി വന്നു. കറണ്ടില്ല കേട്ടോ. അപ്പം ചേച്ചി അമ്മയൊക്കെ അടുക്കളയിൽ പണിയില്ല. നല്ല ഇരുട്ടാട്ടോ. ഭയങ്കര ഇരുട്ടാ. കഞ്ഞിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതെന്താ പോലും ഇന്ന് കറണ്ട് പോയത്? ചോറൊക്കെ ഇട്ടിട്ടുണ്ട്. കറി ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല ചേച്ചി. അപ്പോൾ എന്തായാലും കറണ്ട് വരട്ടെ. കറണ്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. കുറച്ച് വിറകിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മരം മുറിക്കാനായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ. അപ്പം ആ പോട്ടെ. എന്നാ പൊന്നോടെ പോയി നിന്നോ കേട്ടോ. വിറകിന് ആവശ്യമായിട്ടുള്ള മരം മുറിക്കാൻ വേണ്ടി. കാരണം ഇപ്പം മഴയല്ലേ വരുന്നത്. ഗ്യാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം നമുക്ക് വിറകില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ വിറക് കൊണ്ടൊന്ന് തീയൊക്കെ കത്തിച്ച് പണിയൊക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ. അപ്പോൾ തീയൊക്കെ കത്തിച്ചൊന്ന് കായുമ്പോൾ ഉള്ളൊരു സുഖമൊന്നും എന്തായാലും ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ കിട്ടത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും വിറകൊന്ന് വെട്ടി മുറിച്ചിടണം. അതാണ് പ്ലാന്. അപ്പോൾ ഞാൻ കത്തി എടുക്കാനായിട്ട് അങ്ങ് കയറി പോകുന്നതാണ് കേട്ടോ. കേട്ടോ അതേ കാണുന്ന മരമാണ് നമുക്ക് മുറിക്കാനുള്ളത്. അപ്പോൾ ഒരാളും കൂടി ഇല്ലാണ്ട് പറ്റത്തില്ല. അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ സ്കൂളിൽ കൊച്ചിനെ ചേർക്കാൻ വേണ്ടി പോയി കോട്ടെ. ഏലം വഴി തന്നെ ഇനി ഏലം കെട്ടണം കേട്ടോ. പിടിച്ച് കെട്ടണം. ഉണ്ടോ ഒരു തല ഇങ്ങതാ കയറിൻ്റെ ഇങ്ങനെ പിടിച്ചതിൻ്റെ അകത്ത് കെട്ട്. അല്ലെ അങ്ങോട്ട് ചോദിച്ചു കുഞ്ഞാപ്പുണ്ടോ ചേടെ? കുഞ്ഞാപ്പുണ്ടോ? ഇങ്ങോട്ടാണ് എളുപ്പമാണ്. ചെടിയെല്ലാം പോയില്ലേ?
വെട്ടി കഴിഞ്ഞ് വെട്ടി എന്ന് വെച്ചാൽ നമ്മൾ പയ്യെ വിറക് ചായച്ച് കൊണ്ടുവന്ന് ഏലത്തിലൊന്നും കൊള്ളാണ്ട് ഇലക്കെ കെട്ടി വെച്ചിരുന്നുണ്ടോ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ചെറിയ ചെറിയ പീസാക്കി ഇട്ട് തന്നു കേട്ടോ ചേട്ടൻ. അപ്പോൾ ഇനി ഇത് നമ്മൾ മേളിൽ കയറ്റി വീട്ടിൽ കൊണ്ടുപോകണം കേട്ടോ. എന്നാന്ന് അത് നല്ല ഉണക്കിയല്ലേ, അതൊക്കെ ചാച്ചിമ്മക്ക് എടുക്കാം, അതൊന്നും വേണ്ടല്ലോ, അത് കൊണ്ടിട്ട് തരാം നീള. ബാ കഴിച്ചിട്ടൊക്കെ കുറച്ച് കഴിഞ്ഞ് ഞാനും കൂടാ, എനിക്ക് ഗുളികയും കഴിക്കണം. അശ്ശോ കുഞ്ഞാമ്മയ്ക്ക് നാണമായി. അച്ഛന്റെ ഗിഫ്റ്റാ കുഞ്ഞാമ്മ. തുറക്ക് അങ്ങനെ നോക്കട്ടെ, അമ്പോ കുഞ്ഞു മോതിര സണ്ട് പൊന്നേ. ആ അമ്പോ എടാ ഈ കരയില് സ്വർണ്ണമൊക്കെ കിട്ടുമ്പോ കരയാൻ പാടില്ല. അനുശേ നോട്ടെ, നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കുഞ്ഞു മോതിരം. എന്നാ പേര് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഇത് ഇച്ചിരി ഗ്ലാമറായിട്ടുണ്ട്. ആ ഇഷ്ടംപോലെ പലഹാരമൊക്കെ മേടിച്ചു. ഇതാരിത് ഞങ്ങളുടെ തങ്കക്കുട്ടനാണോ? തങ്കക്കുട്ടൻ. അതെ ദേ മേടിക്ക പൊന്നു. ഓ അന്നതേ കെട്ടിപ്പിടിക്കുന്നു. എടാ നീ തങ്കുനെ അറിയോടാ? നീ തങ്കുനെ അറിയോ? ആരാന്ന് ചോദിച്ചാ? ആരാന്നറിയോ ചോദിച്ചേ? ചോദിക്കാതെ ആരാന്ന്. പറയടാ ഷെയ്ഫ് പറയടാ. എടാ ഉണ്ണിക്കുട്ടന്റെ അനിയനില്ലേ തങ്കുനെ, നീ അറിയില്ലേ? ആ നിന്റെ ചേട്ടനവൻ. അവന് എത്രയിലാ തങ്കു പഠിക്കുന്നേ? നീ എത്ര? ആ തങ്കു 6ലേക്കാ. പപ്പ ഒന്ന് മിനിങ്ങിട്ടുണ്ട്, താഴെയൊക്കെ പഠിച്ച്. അതെ കുഞ്ഞിനെ ഒരംഗം കഴിയില്ല തിന്നാടാ. അവളൊരംഗം വെക്കുമെന്ന് ഓടിപ്പോ. അങ്ങോട്ട് അങ്ങോട്ട്. അതെ ഞങ്ങളുടെ വീട്ടിൽ വണ്ട് വിരുന്ന് വന്നു. ഓട് ഓടി നടക്കോ. എങ്ങോട്ടേ പോണേന്ന് വണ്ടിനോട്. നീ ഓടാ വണ്ടേന്ന്. ഇപ്പൊ എല്ലാരും കൂടെ വാഴക്കണ്ണ പിരിക്കും കേട്ടോ. പിള്ളേരെല്ലാം കളിയിലാട്ടോ. ചേടാ ആദ്യം അവന്റെ മേ വീട്ടില്
കുഞ്ഞനെ 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 കുഞ്ഞനെ. അപ്പൊ നമ്മുടെ കണ്ണ് കപ്പിരിച്ച് കഴിഞ്ഞു കേട്ടോ. വാഴവിത്ത്. അതെ അതെ, നല്ല നല്ല ചേട്ടൻ, പച്ചയായ മനുഷ്യൻ. അതെ, പാവം ചേട്ടനാ കേട്ടോ. കമന്റ് വന്നത്, കമന്റ്. അതെ, ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അമ്മച്ചിതേ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ കേട്ടോ. ഇവിടെ 2-3 കണ്ണ് കിട്ടിയിട്ടുണ്ട്. ആ, നോക്കിയിട്ട് വരാം. ഇവിടെ ചാമ്പയൊക്കെ നിൽപ്പുണ്ടായിരുന്നു, നേരത്തെ ഓർക്കണ്ടേ ചേച്ചി? ഇവിടെ അടയ്ക്കൊക്കെ കിടപ്പുണ്ട്. കണ്ട അടയ്ക്ക അടയ്ക്ക അടയ്ക്ക. എത്ര വർഷം മുന്നേ അല്ലേ? അയ്യോ, ഞാൻ ഇത്ര വർഷമെങ്കിലും ഇവരൊക്കെ എത്ര വർഷങ്ങൾക്ക് മുന്നേ അല്ലേ? ഒരു 10-30 വർഷം അല്ലേ ചേച്ചി? 30 അല്ല, അതിൽ കൂടുതലായി. അതെ, ഉണ്ടാ വഴി. ഉണ്ട്, ഇത് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നല്ലേ? വെള്ളേക്കുണ്ട്. താഴെ ചേച്ചിയുടെ വീട്. എവിടെ ചേച്ചിയുടെ വീട് മേടിച്ചത്? അത് കണ്ടിട്ടില്ലേ ചേച്ചി? താഴെ. അതെ, നീ കൊച്ചു ഇടയ്ക്ക് ഒന്ന് നടക്കണം കേട്ടോ. അതെ. അല്ല, ഇത് അച്ഛൻ്റെ അല്ല, ഇത് അമ്മായിയുടെ ചേച്ചിയുടെയാന്ന് തോന്നുന്നു. കുഞ്ഞേച്ചിയുടെയാ. അവിടെ അച്ഛനും ചേട്ടായും കൂടെ കണ്ണവരിക്കട്ടോ. എലുക്കുട്ടിയമ്മ ലിതിമോളുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടിരുന്ന വെച്ചപ്പോൾ ലിതിമോള് പോകണ്ടെന്ന് തീരുമാനിച്ചു കേട്ടോ. പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അമ്മ, ഈ ഇവളുടെ ചെരുപ്പ് മേടിച്ച് ഇട്ടോളൂ അമ്മ. ചെരുപ്പ് ഞാൻ പോട്ടേടിയെന്ന്. ഞാൻ പോരായിരുന്നു. അച്ഛൻ്റെ വക വാഴക്കണ്ണ് കേട്ടോ, 3-4 വിധം കിട്ടിയിട്ടുണ്ട്. അതെ, ബാക്കി എടുത്തോണ്ട് വരാം, ഞാൻ എടുത്തോളാം. സൈഡിൽ കിടന്ന് എടുത്തു, അപ്പുറ സൈഡിലെ ഞാൻ ചോദിച്ചാ. കണ്ടിച്ചു കളഞ്ഞായിരിക്കും, പറയാതെ വല്ലതും കണ്ടിച്ചോ അങ്ങനെ എന്തിനൊക്കെ. അല്ല ചേച്ചി, കവാത്ത് മാത്രമേ എടുത്തുള്ളൂ. എനിക്ക് കായ എടുക്കാൻ കുറച്ച്. അല്ല, കായ എടുക്കാൻ എത്ര ദിവസം വേണം? മരുന്ന് കൂട്ടുന്ന ചാറാട്ടെ. അപ്പൊ ബാബുചേട്ടൻ അടുത്ത പണിയിലേക്ക് പോയി കേട്ടോ. കുറെ കണ്ണക്കത് എന്ത് കണ്ണ് ഇവിടെ പിരിച്ചു കുത്തി, പിന്നെ മേടി വിട്ടിന്ന് വളർന്നതേ കിടക്കുന്നത്. അപ്പൊ
ദേ വിറക് കൊത്തി കയറിയിട്ടുണ്ട് കേട്ടോ. ചേട്ടനാണ് ഞങ്ങളുടെ സാരഥി. മാറേച്ചു ഞാൻ വാരിയിടാം. മാറ അതിൻ്റെ ചോട്ടീന്ന് മാറ പറഞ്ഞ ഞാൻ അവിടെ മേടിക്കണം. അവിടെ മറ്റേ കാടടുത്തല്ലേ, അത്രയും വലിയ വെക്കും ചേച്ചിയമ്മ. എല്ലാവരും കൂടെ കട വരെ ഒന്ന് പോട്ടോ. എനിക്ക് മുടി വില്ലുന്ന സീനാട്ടോ. നിങ്ങൾക്ക് വേഗം പോയിട്ട് വേഗം വരണം. ഇപ്പം ലിജിമോള് പുറകെ വരുന്നുണ്ടേ. ഇപ്പം എന്താ ഞങ്ങൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ മേടിക്കണ്ട്. വേഗം പോയിട്ട് വേഗം തിരിച്ചു വരണം. ഒരു നടത്തേ ആവുമല്ലോ. കൈ വീശി നടക്കുക. അത് തന്നെ. അതെ, അത് കുറേ എക്സസൈസ് ചെയ്യണം. വയറ് കുറയാനും പാട് കേട്ടോ എക്സസൈസ് ചെയ്യുമ്പോൾ. ബാക്കി എല്ലാം കുറയും. അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് കേട്ടോ നടന്ന്. പിന്നെ ഭയങ്കര സൗണ്ട് ചീവീടിൻ്റെ. ചില നേരത്തെ ഇറിറ്റേഷനാണ്. ആദ്യം പോലെ കടലമ്മ കറങ്ങുന്ന വട്ടത് കണ്ണീരെല്ലാം അവളല് കെട്ടത് കടലിൽ കെട്ടത് കടലിന്റെ മക്കളാ കടലിന്റെ. അപ്പൊ ഫോണിലെ വീഡിയോ കടലിന്റെ കണ്ടിട്ട് പൊന്നുകുട്ടി ഇതേ കടലിന്റെ പാട്ട് പാടുന്നുണ്ടോ. ഒന്നുകൂടെ പഠിക്ക്. കടലിന്റെ ആ ശരിക്കും ആ പെട്ടതെന്നാണോ? കടലിന്റെ മക്കളാ കടലിന്റെ കടലിന്റെ